ആരാണ് നീ? ഈ സമയത്ത് ശ്മശാനത്തിലേക്ക് വരാൻ പാടില്ല എന്നറിയില്ലേ? അർദ്ധരാത്രിയിൽ ശ്മശാനങ്ങളുടെ അരികിലേക്കൊന്നും നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും പോകാറില്ല. മുതിർന്നവർ പണ്ടുകാലത്ത് പറയാറുണ്ട്, അർദ്ധരാത്രിയിലും അതുപോലെ സന്ധ്യ മയങ്ങിയതിനു ശേഷവും അങ്ങനെയൊന്നും ശ്മശാനങ്ങളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന്. അവിടെ നമ്മളെ കാത്ത് ചിലപ്പോൾ ചില ആത്മാക്കൾ ഒളിച്ചിരിക്കുന്നുണ്ടാവും. എന്നാൽ അവരുടെ ലക്ഷ്യം ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആവാം. അതുകൊണ്ട് തന്നെയാവാം മുതിർന്നവരും മുത്തശ്ശിമാരും പണ്ട് അർദ്ധരാത്രിയിൽ ശ്മശാനങ്ങളിലേക്ക് തനിച്ച് പോകരുതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശ്മശാനം നിൽക്കുന്ന വഴിയിലൂടെ പോലും അവർ പോകരുതെന്ന് വിലക്കാറുണ്ട്. അങ്ങനെ ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കഥ അതുപോലെ ഉള്ള ഒരു കഥയാണ്. രാമദാസ് എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ, അദ്ദേഹം ആ ഗ്രാമത്തിലെ ഒരു അമ്പലത്തിലെ പൂജാരിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ആ ഗ്രാമത്തിൽ വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്കാണ് അവർ മുൻഗണന കൊടുക്കാറ്. അദ്ദേഹത്തെ പ്രാർത്ഥനയ്ക്കായി വിളിച്ച് ആ മരണപ്പെട്ടു പോയവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പോലും. എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന കഥയിൽ രാമദാസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ശ്മശാനത്തിൽ വെച്ചുണ്ടായ അനുഭവം എന്നത് വളരെ ഭീകരമായിരുന്നു. രാമദാസ് ശ്മശാനത്തിൽ കണ്ട കാഴ്ചകളെ കുറിച്ചുള്ള ഒരു കഥ പറയാം. ഇതൊരു യഥാർത്ഥ സംഭവം തന്നെയാണെന്നാണ് എനിക്ക് ഈ കഥ പറഞ്ഞു തന്ന എൻ്റെ ഈ ഫോളോവർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പൂജാരിക്ക് അനുഭവപ്പെട്ട ഒരു പ്രേതാനുഭവമാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എനിക്ക് ഈ കഥ പറഞ്ഞു തന്നത്. 1992 കാലഘട്ടത്തിൽ ആ ഗ്രാമത്തിൽ അങ്ങനെ വെട്ടവും വെളിച്ചവും ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട പൂജാരിയായിരുന്നു ഈ രാമദാസ് എന്ന് പറഞ്ഞ ഇദ്ദേഹം. എന്നാൽ ആ ഗ്രാമത്തിൽ ഇദ്ദേഹം മാത്രമായിരുന്നില്ല പൂജാരിമാരായിട്ടുണ്ടായിരുന്നത്. ഒരു കുടുംബത്തിലെ ഒരു ജ്യേഷ്ഠനും അനിയനും അടക്കം അവരുടെ ഒരു തലമുറ മൊത്തം ഇതുപോലെയുള്ള പൂജാരിമാരായിരുന്നു. എന്നാൽ രാമദാസ് ചെയ്യുന്നത് സൽക്കർമ്മത്തിലൂടെയുള്ള പൂജകളായിരുന്നു. എന്നാൽ ഞാനീ പറയുന്ന ഈ വ്യക്തികൾ ചെയ്യുന്നത് ദുഷ്കർമ്മങ്ങളായിരുന്നു, അതായത് ദുർമന്ത്രവാദമായിരുന്നു. അതുകൊണ്ട് തന്നെ രാമദാസിന് ഈ ദുർമന്ത്രവാദത്തിലും ഈ ദുർമന്ത്രവാദികളെയും ഇഷ്ടമുണ്ടായിരുന്നില്ല. ദുർമന്ത്രവാദികളെ ആരെയെങ്കിലും ആ ഗ്രാമത്തിൽ അവൻ കണ്ടു കഴിഞ്ഞാൽ അവരോട് കുറച്ച് അകലം പാലിച്ചായിരുന്നു എപ്പോഴും അദ്ദേഹം നടക്കാറുണ്ടായിരുന്നത്. എവിടെയെങ്കിലും ദുഷ്കർമ്മങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കേട്ടു കഴിഞ്ഞാൽ രാമദാസ് അവിടേക്ക് ചെന്ന് ആ ദുഷ്കർമ്മങ്ങൾ മുടക്കാറും ഉണ്ടായിരുന്നു എന്നാണ് കേട്ടുകേൾവി ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ രാമദാസിന്റെ കണക്ക് കൂട്ടലുകൾ പിഴച്ചു. അന്ന് രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരാൾ വന്ന് പറഞ്ഞു, അടുത്തുള്ള ഗ്രാമത്തിൽ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. ആ മരണത്തിന്റെ അടക്കം കഴിഞ്ഞതിന് ശേഷം താങ്കൾ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഗ്രാമത്തിൽ നിന്നും വന്ന അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ അതിന് സമ്മതം പറഞ്ഞുകൊണ്ട് തന്നെ രാമദാസ് അദ്ദേഹത്തെ മടക്കി അയച്ചു. എന്നാൽ രാമദാസിന് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന അമ്പലത്തിൽ ചെറിയ പൂജാകർമ്മങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ അല്പം വൈകിയിരുന്നു. ഏകദേശം സന്ധ്യ കഴിഞ്ഞിട്ടായിരുന്നു അദ്ദേഹം വീട്ടിൽ നിന്ന് തൻ്റെ സൈക്കിൾ എടുത്ത് ഇറങ്ങാൻ നിൽക്കുന്നത്. ആ സമയത്ത് രാമദാസിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സമയത്ത് തനിച്ചു പോകുന്നത് അത്ര നല്ലതല്ല. ഇന്ന് അമാവാസിയാണ്. ദുഷ്ടശക്തികൾ ഈ ഭാഗത്ത് എല്ലായിടത്തും പ്രഹരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ആരെയെങ്കിലും കൂട്ടി പോകുന്നതല്ലേ നല്ലത്. നമ്മുടെ മകനെയെങ്കിലും കൂട്ടിയിട്ട് പോകണം എന്ന് ഭാര്യ രാമദാസിനോട് പറഞ്ഞു. എന്നാൽ ഇത് കേൾക്കേണ്ട താമസം രാമദാസ് പറഞ്ഞു, നല്ല ശക്തികളും ഈ ലോകത്തുണ്ട്. നല്ല ശക്തികൾ ഉണ്ടാകുമ്പോൾ ഈ ദുഷ്ടശക്തികളെ പേടിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ഭാര്യയോട് അദ്ദേഹം കുശലം പറഞ്ഞു. ഭാര്യയുടെ വാക്കുകൾ അദ്ദേഹം മുഴുവനായി നിന്ദിച്ചുകൊണ്ട് ആ രാത്രി അദ്ദേഹം തൻ്റെ സൈക്കിളും എടുത്ത് തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ ആ പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം പോയിക്കൊണ്ടിരുന്നു. പോകുന്ന വഴിയൊന്നും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് പോകുന്ന വഴി ഒരു ശ്മശാനത്തിന്റെ ഒരു വഴിയിലൂടെ വേണം പോകാൻ. എന്നാൽ ആ ദിവസം അദ്ദേഹം പോകുന്ന സമയത്ത് ആ വഴി വളരെ ഈസിയായി തന്നെ കടന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ അടുത്തുള്ള ഗ്രാമത്തിലെത്തി. എന്നാൽ അന്നവിടെ രാമദാസിനേക്കാൾ വലിയ കുറച്ച് പൂജാരിമാരുടെ പ്രാർത്ഥനകൾ ഉള്ളത് കൊണ്ട് തന്നെ
രാമദാസിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാമദാസിന് അവിടെ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ കുറച്ച് സമയം എന്നത് സമയം പോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ രാമദാസിന് അതൊരു മുഷിപ്പായി തോന്നിയിരുന്നില്ല. കാരണം രാമദാസിന്റെ ഗുരുക്കന്മാരും പലരും അവിടെ പൂജകൾക്കായി വന്നിരുന്നു. അവരുടെ കൂടെ അവരുടെ പൂജാകർമ്മങ്ങളിലും പങ്കെടുത്ത് അദ്ദേഹം സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും കഴിഞ്ഞ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നവരോട് യാത്ര പറഞ്ഞ് തിരിച്ച് ഗ്രാമത്തിലേക്ക്, അതായത് തിരിച്ച് രാമദാസിന്റെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് അദ്ദേഹം നോക്കുമ്പോഴാണ് ഏകദേശം രാത്രി സമയം 1 മണി കഴിഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ സൈക്കിളിൽ ആ ഒരു ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെയോ വല്ലാത്ത അസ്വസ്ഥതകൾ നിറഞ്ഞത്. എന്നാൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ നിറയാൻ ഒരു കാരണമുണ്ടായിരുന്നു. 1992 ഈ കഥ നടക്കുന്നത്. എന്നാൽ ഇതിനു മുന്നേ ഏകദേശം 1992 മുന്നേ ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കോളറ വ്യാധി വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമത്തിലെ 15 കുടുംബം മൊത്തം നശിച്ചു പോയിരുന്നു. അതിൽ തൻ്റെ സഹോദരിയും ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് അവിടെ എല്ലാവരെയും അടക്കം ചെയ്തത് ഈ പറയുന്ന ശ്മശാനത്തിലാണ്. അതിനുശേഷം ആ ഗ്രാമവും ആ ഗ്രാമത്തിലെ വീടുകളെല്ലാം ആരും നോക്കാനില്ലാതെ അവിടെ തന്നെ ക്ഷയിച്ച് പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഒരു 15 വീട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഏകദേശം ഓരോ വീടുകളും തമ്മിൽ അല്പം അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു ഗ്രാമം പോലെയും ഒരു പ്രദേശം പോലെയും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് തോന്നാറുണ്ടായിരുന്നത്. ആ ഭാഗത്തേക്ക് അങ്ങനെ ഇങ്ങനെയൊന്നുമായി ആരും പോകാറുണ്ടായിരുന്നില്ല. കാരണം ആ ഗ്രാമത്തിലുള്ള പലർക്കും ആ ഭാഗത്തേക്ക് പോകാൻ ഭയമായിരുന്നു. എന്നാൽ രാമദാസിന്റെ വിഷമം അവിടെ എത്തിയപ്പോൾ ഉണ്ടായത് തൻ്റെ സഹോദരിയെ നഷ്ടപ്പെട്ട ആ ദുഃഖം തന്നെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെ രാമദാസ് വീണ്ടും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ആ ശ്മശാനത്തിന്റെ അരികിലെത്തുന്നത്. അവിടെ നിന്നും അദ്ദേഹം മുന്നോട്ട് പോകാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ആ ശ്മശാനത്തിൽ ഒരു തീ കത്തുന്ന പോലെയുള്ള ഒരു കാഴ്ച കണ്ടത്. എന്നാൽ ആദ്യം രാമദാസ് ഇത് കാര്യമാക്കിയില്ല. എന്നാൽ അദ്ദേഹം മനസ്സിലാക്കിയത് മറ്റൊന്നായിരുന്നു. വൈകുന്നേരം മരണപ്പെട്ട ആരുടെയെങ്കിലും ചിത എരിയുന്നതാകാമെന്ന്. അവിടെ നിന്നും അദ്ദേഹം കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് അദ്ദേഹം ഒരു കാര്യം ഓർക്കുന്നത്. അന്ന് 15 വർഷം മുന്നേ കോളറ വന്ന് മരണപ്പെട്ടവരെ ഒഴികെ മറ്റാരെയും അവിടെ അടക്കം ചെയ്യാറോ അവിടെ ദഹിപ്പിക്കാറോ ഇല്ല. പിന്നെ എങ്ങനെയാണ് അവിടെ ഈ സമയത്ത് ഒരു വെളിച്ചം കാണുന്നതെന്ന് കരുതി അദ്ദേഹം സൈക്കിൾ പതുക്കെ അവിടെ നിർത്തി ആ ശ്മശാനത്തിനകത്തേക്ക് നടന്നുകൊണ്ടിരുന്നു. ആ ശ്മശാനത്തിൽ ഒരു വലിയ ആൽമരമുണ്ട്. ആൽമരത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൽമരത്തിന്റെ വള്ളികൾ എപ്പോഴും നമുക്ക് കാഴ്ചവെക്കുന്നത് ഒരു പാമ്പ് ഇഴഞ്ഞു പിഴഞ്ഞു നിൽക്കുന്ന പോലെയാണ്. പകൽ സമയത്ത് പോലും നമുക്കൊരു ഭീതി പടർത്തുന്ന ഒരു മരം തന്നെയാണ്. ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാത്രി ഒരു ആൽമരം ഒരു ശ്മശാനത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ച. എന്നാൽ ഇതൊന്നും കണ്ട് രാമദാസിന് ഭയം തോന്നിയില്ല. രാമദാസ് ഓരോ അടിയും വളരെ സൂക്ഷിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് രാമദാസിന് മനസ്സിലായി അത് ചിത എരിയുന്ന ഒരു വെളിച്ചമായിരുന്നില്ല, അതൊരു വിളക്ക് കത്തിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. വീണ്ടും രാമദാസ് ആ വെളിച്ചത്തിനരികിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ ഒരു മന്ത്രവാദി എന്തോ ഒരു ദുഷ്കർമ്മം പോലെ എന്തോ ഒരു ക്രിയ ചെയ്യുന്നത് കണ്ടത്. അതും ഒരു ശവക്കുഴിക്ക് അടുത്ത് നിന്നിട്ടായിരുന്നു അദ്ദേഹം ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രാമദാസ് അദ്ദേഹത്തെ ശല്യം ചെയ്യാൻ പോയില്ല. ആ ആൽമരത്തിന് പുറകിൽ ഒളിച്ചിരുന്നു കൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് വീക്ഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം ചെയ്യുന്ന കാഴ്ചകൾ അതിഭയാനകമായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ കാഴ്ച കണ്ട് ഞെട്ടിയ രാമദാസിന്റെ കയ്യിൽ നിന്നും കാലിൽ നിന്നും കല്ലെന്തോ ഇളകി അവിടെ ശബ്ദം കേട്ടതിൽ പുറകെ തന്നെ ആ മന്ത്രവാദി പുറകിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് രാമദാസിനെയായിരുന്നു. കോപം കൊണ്ട ആ മന്ത്രവാദി രാമദാസിനോട് പറഞ്ഞു, ഈ അർദ്ധരാത്രി ഈ സമയത്ത് നിങ്ങൾ എന്താണ് ഈ ശ്മശാനത്തിൽ? ഇത് കേട്ട ഉടനെ തന്നെ രാമദാസ് പുച്ഛഭാവത്തോടു കൂടി പറഞ്ഞു. കാരണം രാമദാസിന് ദുർമന്ത്രവാദവും ദുർമന്ത്രവാദികളെയും ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് രാമദാസ് പറഞ്ഞ മറുപടി ആ മന്ത്രവാദിയെ വല്ലാതെ ദേഷ്യക്കാരനാക്കി. രാമദാസ് പറഞ്ഞ മറുപടി ഇതായിരുന്നു: അർദ്ധരാത്രി ആണെങ്കിലും പകലാണെങ്കിലും മനുഷ്യർക്ക് നടക്കാനുള്ള വഴിയാണ് ഇതൊക്കെ. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഈ സമയത്ത് വന്നതിൽ ഒരു കുറ്റബോധവും ഇല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടൻ തന്നെ ആ മന്ത്രവാദി തൻ്റെ കയ്യിൽ ഒരു ഭസ്മം എടുത്തു പറഞ്ഞു, എന്നാൽ നിങ്ങളിത് അനുഭവിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭസ്മം ആ പ്രകൃതിയിലേക്ക് എറിഞ്ഞ് എന്തൊക്കെയോ മന്ത്രം ചൊല്ലുന്ന സമയത്ത് രാമദാസിന് തലയൊഴികെ മറ്റുള്ള എല്ലാ അവയവവും അവിടെ തന്നെ നിശ്ചലമായി നിൽക്കുന്നത് പോലെ തോന്നി. എന്നാൽ അതിനുശേഷം രാമദാസിനെ ആ മന്ത്രവാദി ഒന്നും തന്നെ ചെയ്തില്ല. എന്നാൽ പിന്നീട് രാമദാസ് ചെയ്ത ചില മന്ത്രവാദ കർമ്മങ്ങൾ വളരെ ഭയാനകമായിരുന്നു.
ആദ്യം തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കോഴിയെ അദ്ദേഹം ബലി കൊടുത്ത് ആ കോഴിയുടെ ചോര മുഴുവൻ ഒരു പാത്രത്തിലാക്കി ആ ശവക്കല്ലറയുടെ അരികിൽ വെച്ചു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കോഴിയെ അദ്ദേഹം ആ ശവക്കല്ലറയുടെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. അദ്ദേഹം ആ ശവക്കല്ലറയുടെ മുകളിലേക്ക് ആ കോഴിയെ വലിച്ചെറിയുന്ന ആ സമയം മുതൽ ആ ശവക്കല്ലറയിൽ നിന്നും ഒരു സ്ത്രീ വിചിത്രമായി കരയുന്ന പോലെ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. ആ ശബ്ദം കേട്ടത് മുതൽ ആ മന്ത്രവാദി ആ കല്ലറയോട് എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. അതിൽ ആദ്യം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: നീ എങ്ങനെയാണ് മരണപ്പെട്ടത്? അതറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പൂജ ഇവിടെ ചെയ്യുന്നതെന്ന്. ഈ വാക്യത്തിൽ നിന്ന് രാമദാസ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ആ ശവക്കുഴിയിൽ കിടക്കുന്നത് ഈ മന്ത്രവാദിയുടെ ഭാര്യയാണ്. എന്നാൽ അദ്ദേഹത്തിന് ചില സംശയങ്ങളുണ്ട് ഈ ഭാര്യയുടെ മരണത്തെ ചുറ്റിപ്പറ്റി. അതുകൊണ്ട് ഭാര്യയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ആ ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന പൂജാകർമ്മങ്ങളിലായിരുന്നു ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ മന്ത്രവാദി ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ആ ശവക്കുഴിയിൽ നിന്നും മറുപടി വന്നു: എനിക്ക് ഇവിടെ നിന്ന് ഒന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ മരണപ്പെട്ടിട്ട് 40 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കണ്ണുകൾ അളിഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ ചർമ്മം മുഴുവൻ ദുഷിച്ച് നശിച്ച് പുഴുത്ത് ദുർഗന്ധം വമിക്കുന്നത് പോലെയാണ്. അത് മാത്രമല്ല, എനിക്ക് നന്നായി വിശക്കുന്നുമുണ്ട്, നന്നായി ദാഹിക്കുന്നുമുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും പുറത്തെടുത്ത് എനിക്ക് ഭക്ഷണം നൽകണം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ഈ മന്ത്രവാദി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില കൈക്കോട്ടും മൺവെട്ടിയും എടുത്ത് ആ ശവക്കുഴിക്ക് മുകളിലുള്ള എല്ലാ മണ്ണുകളും നീക്കം ചെയ്തു. എന്നാൽ അദ്ദേഹം ആ കുഴി നീക്കം ചെയ്തതിന് ശേഷം പെട്ടെന്ന് 2 കൈകൾ ആ ശവക്കുഴിയിൽ നിന്നും അദ്ദേഹത്തിന് നേരെ നീട്ടിക്കൊണ്ട് എന്നെ പുറത്തെടുക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ കൈകൾ ഉപയോഗിച്ച് ആ ശവശരീരത്തെ പുറത്തേക്കെടുത്തു. ശവശരീരം വളരെയധികം ദുർഗന്ധം വമിക്കുന്ന രീതിയിലും ശരീരം മുഴുവൻ അഴുകി ദ്രവിച്ച് ഒരു പൈശാചിക രൂപത്തിലുമായിരുന്നു. എന്നാൽ ഇതൊന്നുമായിരുന്നില്ല ഭീകരമായ സത്യം. ഒരു മനുഷ്യൻ ഒരു ശവശരീരത്തെ, അതും അഴുകിയ ശവശരീരത്തെ ആലിംഗനം ചെയ്യുന്ന ആ കാഴ്ചയ്ക്ക് കൂടി രാമദാസ് നിശ്ചലനായി സാക്ഷിയായിക്കൊണ്ടിരുന്നു. എന്നിട്ട് വീണ്ടും മന്ത്രവാദി ആ ശവത്തിനോട് ചോദിച്ചു: നീ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന്? എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം തരൂ എന്ന് പറഞ്ഞ് തൻ്റെ മുന്നിലുണ്ടായിരുന്ന ആ ബലി കൊടുത്ത കോഴിയെ അത് പച്ചയോടെ ഭക്ഷിച്ചു. അതിനുശേഷം ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ പാത്രത്തിലുണ്ടായിരുന്ന ആ കോഴിയുടെ രക്തം മുഴുവൻ അത് ഊറ്റിക്കുടിച്ച് ഒരു വലിയ ഏമ്പക്കമൊക്കെ വിട്ട് ആ മന്ത്രവാദിയോട് പറഞ്ഞു: ഞാൻ മരണപ്പെട്ടതല്ല, എന്നെ കൊല ചെയ്തതാണ്. അതും നിങ്ങളുടെ ജ്യേഷ്ഠൻ നിങ്ങളില്ലാത്ത സമയത്ത് എന്നോട് വളരെ മോശമായി പെരുമാറാറുണ്ട്. ഞാൻ അദ്ദേഹത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ചില ദുർമന്ത്രവാദങ്ങളിലൂടെയാണ് എന്നെ കീഴ്പ്പെടുത്തിയത്. നിങ്ങൾ എല്ലാവരും കരുതി എനിക്ക് കോളറ വന്ന് മരണപ്പെട്ടതാണെന്ന് വിചാരിച്ച് നിങ്ങൾ എന്നെ ഇവിടെ അടക്കം ചെയ്യുകയും ചെയ്തു. അത് പറഞ്ഞതോടുകൂടി ആ ആത്മാവിന് അവിടെ നിന്നും ശാന്തി ലഭിച്ചതുപോലെ ആ കുഴിയിലേക്ക് തന്നെ അത് അടർന്നു വീണു. അത് കേട്ട ഉടനെ തന്നെ തൻ്റെ ഭർത്താവായ ആ മാന്ത്രികന് ദേഷ്യം സഹിക്കാനായില്ല. എന്നാൽ തൻ്റെ ഭാര്യയ്ക്ക് ഈ സത്യം പറഞ്ഞതിലൂടെ മോക്ഷം ലഭിച്ചതിൽ അദ്ദേഹം സന്തോഷിച്ച് ആ ശവം വീണ്ടും അതിനകത്ത് തന്നെ ഭദ്രമായി അദ്ദേഹം കുഴിച്ചു മൂടി. അവിടെ നിന്നും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ രാമദാസിനെ നോക്കി ദേഷ്യത്തോടു കൂടി വീണ്ടും കയ്യിൽ അല്പം ഭസ്മം എടുത്ത് എന്തൊക്കെയോ മന്ത്രം ചൊല്ലി ആ പ്രകൃതിയിൽ അലിയിച്ചു കളഞ്ഞു. ആ സമയത്ത് രാമദാസിന് തൻ്റെ അവയവങ്ങളൊക്കെ ചലിപ്പിക്കാൻ പറ്റുന്ന വീണ്ടും പൂർവ്വസ്ഥിതിയിലായി. എന്നിട്ട് അവിടെ നിന്നും തൻ്റെ സൈക്കിളെടുത്ത് വീണ്ടും ധൃതിയിൽ തൻ്റെ ഗ്രാമത്തിലേക്ക് പോകാൻ ഒരുങ്ങി. എന്നാൽ ആ മന്ത്രവാദിക്ക് പിന്നീട് തൻ്റെ ഭാര്യയെ കൊല ചെയ്ത തൻ്റെ സഹോദരനോടുള്ള അതിക്രൂരമായ ഒരു വാശി തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഈ രാമദാസ് പിന്നീട് വീട്ടിൽ ചെന്നതിന് ശേഷം അദ്ദേഹത്തിന് ഏകദേശം 15 ദിവസത്തോളം ഒരു വലിയ ജ്വരം പിടിപെട്ട് കിടപ്പിലായിരുന്നു പോയി. അദ്ദേഹം മരണശയ്യയിലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. പിന്നീട് പാരമ്പര്യ വൈദ്യന്മാരും അതുപോലെ ചില മന്ത്രവാദങ്ങൾക്കും ഒടുവിലാണ് അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്നുകൂടി എൻ്റെ ഈ ഫോളോവർ ഈ കഥ പറഞ്ഞു തന്നപ്പോൾ എന്നോട് പറഞ്ഞു. ആ കാലഘട്ടത്ത് അവിടെ ഒന്നും നല്ല രീതിയിലുള്ള ചികിത്സയൊന്നും ഉണ്ടാവാത്തത് കാരണമാവാം അദ്ദേഹത്തിന് ആ സമയത്ത് കൂടുതൽ ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടായതെന്ന് എനിക്ക് ആ സുഹൃത്ത് ഈ കഥ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായി. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതിലുണ്ട്. എല്ലാവരോടും രാത്രി സമയങ്ങളിലും അതുപോലെ അർദ്ധരാത്രിയും ഒക്കെ വീടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ശ്മശാനങ്ങളുടെ ഭാഗത്തേക്കൊന്നും പോകരുതെന്ന് പറയാറുണ്ട്. അതിന് പിന്നിൽ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകാം എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിലെ തലമുറകൾ
ഇതൊന്നും പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവുകയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ ഈ ഒരു സ്റ്റോറി ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കും. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടിക്കോളൂ. ഇതുപോലെയുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്.